അസ്സലാമു അലൈക്കും. ഞങ്ങൾ പൊന്നാനി ഭാഗത്ത് സ്പെഷ്യലായിട്ട് തട്ടുകടയിലൊക്കെ കാണുന്ന ഒരു ഐറ്റമാണ് ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. കുത്തിപ്പൊരി എന്ന് പറയും. നിങ്ങളവിടെ എന്താ പറയാമെന്നറിയില്ല. ഗ്രീൻ പീസ് മസാല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതാണ് കേട്ടോ. തലേ ദിവസം വെള്ളത്തിൽ വെച്ച് കുതിർത്തിയ ഗ്രീൻ പീസാണ് കേട്ടോ. അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പിട്ട് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. ഞാൻ 1 കപ്പ് ഗ്രീൻ പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 തക്കാളി, 1.5 സവാള, 1 പിടി മല്ലിയില, 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി കുഞ്ഞേതായി കട്ട് ചെയ്തെടുക്കുക. ഒരു ചട്ടി എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെ നിങ്ങൾ തയ്യാറാക്കണേ. കട്ട് ചെയ്ത് വെച്ച തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറക്കരുത് കേട്ടോ. നമുക്ക് വേഗത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. വൈകുന്നേരം ടൈമുകളിൽ കുട്ടികൾക്കൊക്കെ നമുക്ക് സ്നാക്സൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അവർക്ക് ഇഷ്ടമാവും കേട്ടോ കുട്ടികൾക്കൊക്കെ. നിങ്ങളിതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഗരം മസാല, മഞ്ഞൾപ്പൊടി ആണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണേ. മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. അങ്ങനെ ഗ്രീൻ പീസ് ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല വേവിക്കാൻ പാടില്ല, ഈ ഒരു രീതിയിൽ വേവിച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. നന്നായി വെന്താൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പാകത്തിന് വേവിച്ചെടുക്കണേ. ഗ്രീൻ പീസിലേക്ക് മസാല പിടിക്കുന്നത് വരെ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് എഗ്ഗ് ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 3 കോഴിമുട്ടയാണ് കേട്ടോ എടുക്കുന്നത്. അത് നമുക്കിതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കുന്ന ടൈമിൽ നമ്മൾ ലോ ഫ്ലെയിമിലായിരിക്കണം കുക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ 3 കോഴിമുട്ട എടുത്തത് കൊണ്ടാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തത് കേട്ടോ. നിങ്ങൾ ഇതിൽ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. നിങ്ങൾ ഇതുവരെ വീട്ടിൽ കുത്തിപ്പൊരി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണേ. സംഭവം പൊളിയാണ് കേട്ടോ. എഗ്ഗും ഗ്രീൻ പീസും വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഇത്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇടാവുന്നതാണ് കേട്ടോ. ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ തട്ടുകട സ്റ്റൈൽ കുത്തിപ്പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.